നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി മറ്റാരുമായിരുന്നില്ല, മനോജ് കെ ജയൻ. അദ്ദേഹത്തിൻ്റെ അഭിനയ രേഖയിലൂടെയുള്ള സംഭാഷണം വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. കാണുക. പക്ഷെ മനോജ് ഇതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളെ ഞെട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ? അഭിനയത്തിലൂടെ. മനോജ് മുരളി നടൻ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അന്നത്തെ അഭിനയത്തിൻ്റെ പാതി മനോജിൻ്റെ അഭിനയമായിരുന്നു. അദ്ദേഹത്തെ പോലൊരു മഹാനടൻ്റെ കൂടെ നിൽക്കുമ്പം ആ ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ഈ കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ. ഇതും വെങ്കലം പോലുള്ള ഏറ്റവും എൻ്റെ മഹത്തരങ്ങളായ സിനിമ. മുരളിയായിട്ട് മത്സരിക്കുകയായിരുന്നു. മത്സരത്തിന് നിൽക്കാറില്ല. ഭരതേട്ടൻ്റെ സിനിമകളിൽ നമുക്ക് അതിനുള്ള ഒരു കാര്യങ്ങളില്ല. കാരണം ഭരതേട്ടൻ നമ്മളങ്ങ് വിടുകയാണ്, ഒരു ആക്ടറെ അങ്ങ് വിടുന്ന രീതിയാണ്, അഴിച്ചു വിടുക എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സാർ അത് മാത്രം തിരുത്തും. അല്ലാതെ ഇന്ന പോലെ ചെയ്യും, ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് അഭിനയിപ്പിക്കുന്ന ആളല്ല. ഒരു സീൻ നമ്മൾ വായിച്ച് ഞാൻ ഇനി നമുക്ക് ചെയ്യാടാ, നീ അങ്ങ് നോക്ക്, സാധനം നമുക്ക് ചെയ്തിട്ട് ബാക്കി ടേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ഒരു 4-5 പേജുള്ള സീനൊക്കെ ഒറ്റ ടേക്കിലൊക്കെ എടുത്ത് കളയും. മുരളിക്കൊപ്പം കടപിടിച്ച് നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മനോജ് അല്പം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭയങ്കര ആക്ടറല്ലേ. മറ്റതൊക്കെ ഞാനും വിനീതും മാത്രമല്ലേ ഉള്ളൂ. ഹരൻ സാറിനെ പോലൊരു വലിയ ഒരു ദൈവ എന്താ പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനോട് നിൽക്കില്ല, ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതല്ല, ഇത് നമ്മൾ കളിച്ച് തന്നെ നേടണം. മനോജിനെ എങ്ങനെ ഒരു നടൻ നിലയിൽ സ്ഫുടം ചെയ്തെടുത്ത പടങ്ങൾ അതൊക്കെ. എൻ്റെ കുട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇമേജ് പൊളിച്ച് ആ ഒരു കൊട്ടം പൊളിച്ച് വെളിയിൽ വന്ന സാധനം ചമയത്തിലേക്ക് ക്യാരക്ടറാണ്. ഈ സിനിമയിൽ ഒരുപക്ഷെ ഞാൻ അത്തരം തമ്പുരാൻ പോലത്തെ കഥാപാത്രങ്ങൾ ഒതുങ്ങി, ഒരു പിക്യോലിയർ കഥാപാത്രങ്ങൾ ഒതുങ്ങി ഞാൻ വേറൊരു വഴി കൂടെ ആയിപ്പോയനെ. പക്ഷേ അത് മുഴുവൻ പൊളിച്ചടുക്കി കൈ തന്നു. ഒരാൾക്ക് എന്തോ പറയാനുണ്ട്, ആളെ പരിചയം ഉണ്ടാവും വേണമെങ്കിൽ മനോജിന്. പിന്നെ മലയാളികൾ ഇപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ചമയത്തിലെ രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ട്, അത് പറഞ്ഞിട്ടാണ്. മനോജേട്ടൻ്റെ കൂടെയും മുരളിച്ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. എനിക്ക് തോന്നുന്നു യു വെ ബിറ്റ് ഷൈ ആ സമയത്ത്, മുരളിച്ചേട്ടനുമായിട്ടൊക്കെ ഉള്ള ആ ഡാൻസിൻ്റെ സമയത്തൊക്കെ. സിത്താര അന്ന് തമിഴിലൊക്കെ ഭയങ്കര ബ്രില്യൻ ആക്ട്രസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് മലയാളത്തിലേക്ക് വരുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. സിത്താരയാണ് എൻ്റെ ഹീറോ എന്ന് ഞാൻ പറഞ്ഞപ്പം. രഞ്ജിതയുണ്ട്, പക്ഷേ അത് സിസ്റ്റർ ക്യാരക്ടറാണ്. രാജഹംസം എന്നുള്ള സോങ് ഒരു രക്ഷയില്ല, അസാധ്യ സോങ്ങാണ്. ചിത്ര ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സോങ്ങാണ് രാജഹംസമേ. അതിൻ്റെ പകുതി ഷൂട്ട് മദ്രാസിൽ മോഹൻ സ്റ്റുഡിയോയിലായിരുന്നു, പകുതി ഇവിടെ ചാവക്കാടും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും നല്ല സോങ് അല്ലേ. അന്തിക്കടപ്പുറത്തൊക്കെയുള്ള പാട്ടിലേക്ക് ഒരു പക്ഷേ പാട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് വരുന്ന നിരാശയായിരിക്കും. പിന്നെ ചമയം അന്തിക്കടപ്പുറത്ത് എന്നുള്ള പാട്ട് എൻ്റെ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജിൽ പാട്ടുണ്ട്. ഏറ്റവും വലിയ അമൂല്യമായ ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നൊരു പാട്ടാണ്. കാരണം ഇതിനെ വെല്ലാൻ ഒരു പാട്ട് ഇനിയും പിറക്കേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ മീൻസ് അങ്ങനത്തെ പാട്ടല്ല, ഒന്ന് കള്ളൊക്കെ അടിച്ച് മീനിങ്ങി തകർക്കാൻ പറ്റിയ പാട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്ത് വേറെ പാട്ടില്ല. കള്ള് പാട്ട് എന്ന് പറഞ്ഞാൽ ഈ മദ്യപാന സദസ്സുകളിലൊന്നും മനോജ് സജീവമല്ലല്ലോ. ഒരിക്കലല്ല. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പലരും ഫോൺ വിളിച്ച് ഒക്കെ പറയാറുണ്ട്. ഈ ന്യൂ ഇയർ സമയത്തൊക്കെ എന്നെ വിളിക്കും, ചേട്ടാ ഞങ്ങൾ ന്യൂ ഇയർ ആകാൻ പോവാണ് ചേട്ടാ, ഒരു 2 ലൈൻ മറ്റേ പാടി ചേട്ടാ, 2 ലൈൻ പാടാം. എൻ്റെ ഫ്രണ്ട്സ് തന്നെ വിളിക്കും അവിടെ നിന്ന് നോക്കുക, എടാ അന്തിക്കടപ്പ് ഒരു 2 ലൈൻ പാടാം, ഇമാരൊക്കെ ഒന്ന് കേൾക്കട്ടാ, ഞങ്ങളിങ്ങനെ അത് തുടങ്ങാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോഴും സജീവമാണ്, ഈ സദസ്സുകളിൽ ഇതില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായി. അത് ഒരുപാട് പേരൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് കേൾക്കുമ്പോൾ. ഇപ്പോഴും അത് എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് വലിയ സന്തോഷമാണ്. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ഞാനല്ല, പരുന്നല്ല, തെരകളല്ല, ചെമ്മാനം വാഴണ തൊറയരയൻ, അങ്ങേ കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? മനോജ്, ഇതുപോലുള്ള തീമുകളൊന്നും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സിനിമയാക്കാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല.
എനിക്കറിയാം. ഇപ്പോൾ ഈ ഇത്തരം സിനിമകൾ വരുമോ, അത് ഇറങ്ങിയാൽ ആളുകൾ കാണുമോ, സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഉണ്ടാവണ്ടേ ഇത്തരം സിനിമകൾ അല്ലേ? തീർച്ചയായിട്ടും. വെങ്കലമൊക്കെ എന്തൊരു സിനിമയാണ്. സാധു സിനിമ. ഒരാൾക്ക് എന്തോ പറയാനുണ്ട്, അത് വെമ്പി നിൽക്കുകയാണ്. ശരി. മനോജെ, നമ്മളൊന്നിച്ചൊരു സിനിമ അഭിനയിച്ചില്ലേ? ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം, എൻ്റെ ഭർത്താവ്. വെങ്കലത്തിൽ എൻ്റെ മകനായിരുന്നല്ലോ മനോജ്. ആ അമ്മയോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അതോ എന്നോടാണോ ദേഷ്യം? എന്നോടോ? ഇട്ടി വാങ്ങിക്കാം കേട്ടോ. അമ്മ അത് അവരുടെ ഒരു കഷ്ടമാണ്. മുഷാരി കുടുംബങ്ങളിൽ അന്നത്തെ കഷ്ടമാണ്. ചേട്ടനും അനിയനും കൂടെ ഒരു ഭാര്യ ആയിട്ട് ജീവിക്കുക. നമുക്കൊന്നും ഒരു ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ചേച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ അഭിനയിക്കുകയാണ്. ചേച്ചിയിൽ എന്താ പെർഫോമൻസ്! എൻ്റെ അമ്മേ, അസാധ്യമായിരിക്കും. അപാരം. ഈ ഭരതേട്ടൻ്റെ മുമ്പിൽ എങ്ങനെയാണ് പുള്ളിക്കാരത്തി? എടാ അത് നീ ചെയ്ത സാധനം അതൊന്നും എടുക്കാൻ ലളിത, അത് വിളി, അങ്ങനെയൊക്കെ ഉള്ളു. അല്ല അവിടെ പ്രത്യേകിച്ച് വലിയ ബലപ്പെടുത്താൻ ആധിപത്യമില്ല, ഒന്നുമില്ല. പുള്ളിക്കാരത്തിയോ എടാ അതേ എന്നൊക്കെ വിളി സാർ വിളിക്കുന്നത്. ചേച്ചി അവിടെ ഭയങ്കര പ്രൊഫഷണൽ ആ സമയത്ത്. ചേച്ചി അതുപോലെ തന്നെ ഭയങ്കര രസമാണ് അവർ തമ്മിലുള്ള ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ രസമായിരുന്നു. മനോജ് ഇങ്ങനെ വളർന്ന് സല്ലപിച്ചു തുടങ്ങി, സല്ലാപത്തിലേക്ക് എത്തി. ആരോടാണ് മനോജ് ആ സിനിമയിൽ മത്സരിച്ചത്? മഞ്ജു വാര്യരോടാണോ ദിലീപിനോട്? ഞാൻ ഒരു പടത്തിൽ മത്സരിക്കാറില്ല. നമ്മൾ നമ്മുടെ ക്യാരക്ടറിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാറുള്ളൂ. മഞ്ജു വാര്യരൊക്കെ ഞെട്ടിച്ചളഞ്ഞെന്ന്. പുതിയൊരു കുട്ടി കോമ്പിനേഷൻ സീനിലൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവളിവിടെ നിൽക്കില്ല. ആഭാര ആക്ട്രസ്. ഫസ്റ്റ് ഫിലിം ഒരിക്കലും പറയില്ല, അസാധ്യ പെർഫോമൻസ് അല്ലേ. ലാസ്റ്റ് സീനിൽ ഞാനില്ലെങ്കിൽ മഞ്ജു ഇന്നില്ല, മഞ്ജു ഉണ്ടാവില്ല. മഞ്ജു തന്നെ എഴുതിയിട്ടുണ്ട്. മനോജ് പിടിച്ചില്ലായിരുന്നെങ്കിൽ മഞ്ജു തീവണ്ടി ഒരിക്കലും നിൽക്കില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. കാരണം എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ ലെവലിൽ അതും കഴിഞ്ഞിട്ട് പോയിട്ട് കഥാപാത്രം അങ്ങോട്ട് മഞ്ജുവിൽ ഒരു ബാധയായിട്ട് കൂടിയതായിരിക്കാൻ എൻ്റെ സാധ്യത എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഈ 10-24 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഈ സീൻ എടുക്കുകയാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒറിജിനൽ ആത്മഹത്യയുടെ അവസ്ഥയിലേക്ക് പോയാൽ പറ്റില്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സീൻ എന്താണെന്നറിയും, അതവിടെ അതിന് കൺട്രോൾ ഉണ്ടായും അവിടെ കഴിയുകയും വേണം അല്ലേ. ഇത് മഞ്ജു വന്ന് ഒരു രക്ഷയില്ല. സമയത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴുതിയെങ്കിൽ അപ്പോൾ ട്രെയിൻ അടി പോകും. ഞാൻ വിട്ടാൽ അവിടെ നിൽക്കണം മഞ്ജു അല്ലേ, അതായിരിക്കണം ആക്ടർ. അതെ, ഞാൻ വിട്ടാൽ നിൽക്കണം. പക്ഷെ ഞാൻ വിട്ടാൽ പോക്കാം. അത്ര ബലമാണ് പിടിച്ചോണ്ടിരുന്നത്. ഇങ്ങനെ ഇട്ട് പിടിക്കുക, ഒരു രക്ഷയില്ല. അതാ പണ്ടാറ് ഈ ട്രെയിനാണെങ്കിൽ ഒരു കാന്തശക്തി ഉണ്ടെന്നും പറയാറുണ്ട്. ഉള്ളിലേക്ക് വലിക്കും. ഇത്ര അടുത്ത് ഇങ്ങനെ പോകുന്ന സാധനത്തിന് ഇത്ര അടുത്ത് നിന്നാ വലിക്കും. അതിൻ്റെ ഹാൻഡിലൊന്നും ഇടിച്ചാൽ പോരെ, ഹാൻഡിലൊന്നും നെറ്റിടിച്ചാൽ പോയില്ലേ, ആൾ പോയില്ലേ. എനിക്ക് ആ ഷോട്ടൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. വിഷമിച്ച് ഞാൻ തളർന്ന് അവശനായി പോയി. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു, ശരിക്കും അതിനകത്തുള്ള എനിക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ പടത്തിൽ ഞാൻ അടിക്കുന്നില്ലേ, പടത്തിൽ അടിച്ചിട്ടില്ലേ? പടത്തിൽ ഞാൻ അടിക്കുന്നുണ്ട്. അടിച്ചോ യഥാർത്ഥത്തിൽ? അതിൽ അടിച്ചാൽ പോലും കുഴപ്പമില്ല. കാരണം അത്ര ഇത് ഞാൻ കഷ്ടപ്പെട്ടു പോയി ഇവിടെ ജീവിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ആ സീൻ അപ്പോൾ അതുപോലെ നന്നായി, എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ഭയങ്കര സെറ്റ് ഫുൾ. മനോജിൻ്റെ ഒരു തിമിർത്ത അഭിനയായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. കീമാൻ ദിവാകരൻ, റെയിൽവേ കീമാൻ. കലാഭം മണിയും ഈ സിനിമയിലൂടെയാണ്. പുനരധിവാസം എന്നുള്ള പടം മനോജിനെ വെറുതെ വിടാൻ ആൾക്കാർ തയ്യാറായിരുന്നില്ല. മനോജിൽ ഇനിയും ഒരുപാട് സാധനം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ സംവിധായകന്മാർ തിരിച്ചറിഞ്ഞു. പുനരധിവാസമൊക്കെ ഞാൻ ഈ ഭരതേട്ടൻ്റെ ചുരമടക്കമുള്ള സിനിമകൾ, ഭരതേട്ടൻ്റെ സിനിമയെങ്കിലും ഓടുമെന്ന് ഞാൻ കരുതിയൊരു കാലം ഉണ്ടായിരുന്നു. ആ സിനിമയെ ഓടിയില്ല. അതിൻ്റെ കൂടെ വന്ന് ചില അത്ഭുത സിനിമകളും എല്ലാം കൂടെ ചെയ്ത് എൻ്റെ പണി പോയി. ഞാനിങ്ങനെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ചില തരികയുടെ സിനിമകൾ ഇടയ്ക്ക് വന്ന് വിളിക്കുന്നുണ്ട്. ഇല്ല എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാനില്ല, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു കാലം മനോജ് അങ്ങോട്ട് പെട്ടെന്ന് മാറിക്കളഞ്ഞു, ഡൗണായി, അങ്ങനെ കുഴപ്പത്തിലായി. പല ആൾക്കാരും മനോജിനെ എഴുതിത്തള്ളാൻ തുടങ്ങി. മദ്രാസിലെ ജീവിതവും. അപ്പോൾ മദ്രാസിലെ ജീവിതം പിന്നെ അയാൾ മദ്രാസിലും കണ്ട അവിടെ നിന്ന് വിളിച്ച് വരുത്തി. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. മദ്രാസിൽ താമസിക്കുന്ന ആൾക്കാരെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് വരുത്തി അഭിനയിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ സംഭവമൊന്നുമില്ല, വരുത്താവുന്നേ ഉള്ളൂ. പക്ഷെ അതൊരു വേണ്ട. ഇവിടെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. ഒരുപക്ഷെ മനോജ് ഒരു അനിവാര്യതയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വി കെ പ്രകാശ്
എന്ന് പറയുന്ന ആഡ് ഫിലിം മേക്കർ എന്നെ വിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടെ പരിചയപ്പെടുന്നു. മനോജ്, ഞാൻ ഇങ്ങനെയൊരു സിനിമ ചെയ്യുന്നു, അത് വളരെ കലാമൂല്യമുള്ള സിനിമയാണ്, ഞാൻ ഒരിക്കലും ആ സിനിമ തിയേറ്ററിൽ ഓടിയിട്ട് പൈസ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. സന്തോഷമായി. കൊള്ളാമല്ലോ ഈ പരിപാടി, അങ്ങനെയാണെങ്കിൽ ഇത് കൈവെക്കാം. ഇനിയിപ്പോൾ ഇതിറങ്ങിയിട്ട് മനോജ് കെ ജയൻ വീണ്ടും വരുന്നു നായകനായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ, അതൊന്നും വേണ്ട. ഇത് ഒരു സൈഡിൽ കൂടെ എടുക്കുന്ന ചെറിയൊരു സിനിമയാണെന്ന് മനസ്സിലായി. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഉഗ്ര സിനിമ, നല്ല സിനിമ, നല്ല ക്ലീൻ സിനിമ. അങ്ങനെയാണ് ഈ പുനരധിവാസം ചെയ്യുന്നത്. ആത്മബലം എന്ന് പറയുന്നത് പടം തിയേറ്ററിൽ ഓടേണ്ട, പൈസ വേണ്ട, ഉള്ളി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകൾ അംഗീകാരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ ഓക്കെ, അത് മാത്രം ഉദ്ദേശിച്ചെടുക്കുന്ന സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്കുള്ള ക്ഷണവും വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീണ്ടും എൻ്റെ വഴി ഒരു ജന്മം കൂടി വരികയാണോ. വല്യേട്ടൻ, മമ്മൂക്കയുടെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമ, രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റ്, ഷാജി കൈലാസിൻ്റെ നല്ല ടീമല്ല അവരൊന്ന്. അപ്പോൾ അതിലൂടെ അവരെ എനിക്കൊരു ഭയങ്കര ഒരു നല്ല മനസ്സോടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. നീ നല്ല വേഷത്തിൽ വരണം, റീ എൻട്രി പോലെ നീ ഇതിൽ ചെയ്യണം, നല്ല വേഷമാണ് എന്ന് പറഞ്ഞിട്ട് അവരും എന്നെ ഒരു സഹായഹസ്തം. പക്ഷേ VK പ്രകാശ് ഇല്ലായിരുന്നെങ്കിൽ മനോജ് വേണമെങ്കിൽ ചിലപ്പം ഒരു തിരസ്കൃതനായി മാറിക്കൂടായില്ലായിരുന്നു. VKPയുടെ അന്നത്തെ വിളി വീണ്ടും സജീവമായി. പക്ഷേ VKPയുടെ പടമൊന്നും അവിടെ തുടങ്ങുന്നതായിട്ട് ആർക്കും അറിയില്ല. അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. മനോജിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു കരുത്ത് പകർന്നത് ഒരു നിശ്ചയദാർഢ്യം തീർച്ചയായിട്ടും VKP ആണ്. VKP എനിക്ക് അതൊരു വലിയൊരു ബ്രേക്ക് വരുന്നത്. അത് ആ സമയത്ത് അംഗീകാരങ്ങൾ ഈ പറഞ്ഞാൽ ഒരുപാട് നേടി. നടൻ നിലയിൽ മനോജിനെ ഒരിക്കൽ കൂടി മലയാളിക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും നല്ല VKPക്ക് എന്തോ പറയാനുണ്ടോ? ശരി, താങ്ക് യു. ചോദ്യത്തിനേക്കാൾ ഉപരി എനിക്കൊരു റിക്വസ്റ്റാണ്. പുനരധിവാസം എന്നുള്ള ചിത്രത്തിൽ കനകമുന്തിരികൾ എന്നുള്ള പാട്ടിൻ്റെ ഒരു 2 വരി എനിക്ക് വേണ്ടി മൂളാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മനോജ്, യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. താങ്ക് യു. VKPക്ക് ഇപ്പോഴും മനോജിനോടുള്ള ഒരു അത്ഭുതാദരവ് മാഞ്ഞിട്ടില്ല. VKPയുടെ രസമാണ് വർക്ക് ചെയ്യാൻ. നല്ല ഭയങ്കര തമാശക്കാരനാണ്. ഈ പറഞ്ഞ ഭരതേട്ടനെ പോലെ ഫുൾ ടൈം കോമഡിയാണ്. എടുക്കുന്ന സിനിമ ഭയങ്കര സീരിയസ് സിനിമ. ഈ പുനരധിവാസം ഒരു സീരിയസ് സിനിമയാണ്. ഇതിൻ്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ തകർത്ത് മറിയുകയാണ്. പാട്ട്, ബഹളം, കോമഡി. ഷോർട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ് അപ്രോച്ചാണ് കാര്യം. അങ്ങനെ രസമായിരുന്നു ആ പുനരധിവാസം. മുന്തിരികൾ സത്യത്തിൽ ഞാൻ ഇന്ന് വരെ പാടിയിട്ടില്ല, എനിക്ക് പരിചയമില്ല ആ പാട്ട്. പക്ഷേ നല്ല ഒന്നാമത്തെ പാട്ടാണ്. ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുള്ള പാട്ടാണ്. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുനു ചിറകുമായി വരിക ശലഭമേ, സൂര്യനെ ധ്യാനിക്കുമീ താലാലല ലാലാലല, വേനൽ ചൂടിൽ താലല്ലാല നീ തൊട്ടു. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുനു ചിറകുമായി വരിക ശലഭമേ. ആദ്യമായിട്ട് പാടുകയാണ്. ഇന്നുവരെ വെറുതെ പോലും പാടിയിട്ടില്ല. മൂളിപ്പാട്ട് പോലും ആയിട്ട് പോലും ഞാൻ പാടില്ല, സത്യം പറഞ്ഞു. പിന്നെ VKP ഇത്രയും ആഗ്രഹത്തിൽ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കണ്ടേ.